ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാം. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നേരത്തെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പണി തുടങ്ങാം. ഒരു ചൂടായ പാനിലേക്ക് തേങ്ങ, അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി, ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇത്രയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിന് കളറൊക്കെ മാറി ഏകദേശം ഈ ഒരു കളറാകുമ്പോൾ ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അരച്ചെടുക്കാം. അരപ്പിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇത് നമുക്ക് ചട്ടിയിലേക്ക് മാറ്റാം. സ്റ്റൗ കത്തിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നമുക്കിത് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പം പുളിവെള്ളം ഒഴിച്ച് കുറച്ച് സമയം അടച്ചു വെക്കാം. കുറച്ച് സമയം കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പം ഇത് തിളച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു പാൻ എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില, വറ്റൽമുളക്, ചെറിയുള്ളി, പച്ചമുളക് ഇത്രയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കളറൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഇത് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അവസാനമായിട്ട് ഇതിന്റെ എരിവും പുളിയും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം ശർക്കര കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.